എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. ഇന്ന് കുറച്ച് ഇൻഫർമേഷൻ തരുന്ന വീഡിയോ കേട്ടോ. ഞാൻ ലിഫ്റ്റിന്റെ വർക്കാണ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഈ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോകും, അല്ലെങ്കിൽ റോപ്പ് പൊട്ടി ലിഫ്റ്റിനകത്ത് സ്റ്റക്കായി പോകും, ലിഫ്റ്റിനകത്ത് കുടുങ്ങിയാൽ ശ്വാസം കിട്ടും എന്നുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ലിഫ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ലേ. പിന്നെ അതുപോലെ തന്നെ ലിഫ്റ്റിനകത്ത് കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ശ്വാസം കിട്ടുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ ഇതിനകത്തുള്ള എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാൻ കേട്ടോ, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇതാണ് ലിഫ്റ്റിന്റെ കൺട്രോളർ. ഈ ഒരു കൺട്രോളർ യൂണിറ്റ് ആണ് നമ്മുടെ ലിഫ്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ. ഇതൊരു പുതിയ സൈറ്റാണ്, അപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സ്പീഡ് ഗവർണറിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം. സ്പീഡ് ഗവർണർ എന്താണ്, നമ്മുടെ ഇതൊരു MRL മെഷീനാണ്. മെഷീൻ റൂം ലെസ് ആണ്. ഇതങ്ങോട്ട് കാണിക്കാം. ഗിയർലെസ് മെഷീനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതൊരു ഗിയർലെസ് മെഷീനാണ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൻ്റെ മേലേക്ക് കയറാം, എന്നിട്ട് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, നമുക്ക് ലിഫ്റ്റിനകത്ത് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ ഡോറും, അതായത് ലാൻഡിംഗ് ഡോർ, ഇതിന് ലാൻഡിംഗ് ഡോർ എന്നാണ് പറയുന്നത്. ലാൻഡിംഗ് ഡോർ ഉണ്ട്, ക്യാബിൻ ഡോർ ഉണ്ട്, അതുപോലെ നിരവധി സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്, സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങൾ, ഒരുപാട് ഒരു സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുള്ളി ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ ഒരു നോർമൽ കേസിൽ നമ്മൾ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മേളിലേക്ക് ഡ്രൈവ് ചെയ്യാം. ഇങ്ങനെയാണ് ഇൻസ്പെക്ഷനിൽ ഡ്രൈവ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഇൻസ്പെക്ഷൻ സ്പീഡാണ്, ചെറിയ സ്പീഡാണ്. മോട്ടോർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ ഒരു യൂണിറ്റ് ഇരിക്കുന്നതാണ്. ഇതിനെ പറയുന്നത് സ്പീഡ് ഗവർണർ എന്നാണ്. ഓവർ സ്പീഡ് ഗവർണറാണ്. ഓവർ സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ലിഫ്റ്റിന്റെ, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക്, ലിഫ്റ്റിന്റെ റോപ്പ് പൊട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അബ്നോർമൽ സ്പീഡിൽ ലിഫ്റ്റ് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണിത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനകത്തൊരു റൊട്ടേറ്റിംഗ് പാർട്ടുണ്ട്. ഈ റൊട്ടേറ്റിംഗ് പാർട്ടിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ നോർമൽ സ്പീഡ് 1 മീറ്റർ/സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിംഗ് സ്പീഡ് 1.4. അപ്പോൾ ഈ 1 മീറ്ററിൽ ഓടേണ്ട നമ്മുടെ ലിഫ്റ്റ് 1.4ന് മുകളിൽ പോവുകയാണെങ്കിൽ ഇതിനകത്തൊരു ഡിവൈസ് ഉണ്ട്. ഇത് ആക്ട് ആവും. ഇത് ആക്ട് ആവുന്ന സമയത്ത് ഈ റോപ്പ് വഴിക്ക്, ഇതാണ് ലിഫ്റ്റിന്റെ ക്യാബിൻ. ഈ ക്യാബിന്റെ ബോട്ടത്തിൽ ഒരു സേഫ്റ്റി ഡിവൈസ് ഉണ്ട്. അതെനിക്കിപ്പോൾ കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതാണ്. ആ ഡിവൈസ് ആക്ട് ആവുകയും നമ്മുടെ റെയിലുണ്ടല്ലോ, ഇതാണ് റെയില്. ഈ റെയിലിൽ കൂടെയാണ് ലിഫ്റ്റ് ഗൈഡായി പോകുന്നത്. ആ റെയിലിൽ ആ ഒരു സിസ്റ്റം ക്യാച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിഫ്റ്റ്, അതായത് നമ്മുടെ ക്യാബിന് പ്രധാനമായിട്ടും 2 റെയിലാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 ഗൈഡ് സിസ്റ്റം ഉണ്ട്. ഈ ഗൈഡ് സിസ്റ്റത്തിൽ തന്നെ ഇതിനകത്ത് വേണ്ട ഗൈഡ് ഷൂസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇതിന്റെ ഗൈഡ് ഷൂ ആണ്. ഇതുപോലെ തന്നെ ബോട്ടത്തിലും ഉണ്ട്. നമ്മുടെ സേഫ്റ്റി ഉള്ളത് ആ ബോട്ടത്തിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു ഹിച്ച്, ഈ റോപ്പിന്റെ എൻഡ് ഹിച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അവിടെയാണ് സേഫ്റ്റി ഗിയർ ഉള്ളത്. ആ സേഫ്റ്റി ഗിയർ ഇനി കാണിച്ചു തരാനായിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റലേഷൻ കഴിഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാൻ പറ്റില്ല. ശരിക്കും ഇതാണ്, ഇങ്ങനെയായിട്ട് വരും. നമ്മുടെ റെയിലിന്റെ ഈ ഒരു പോർഷനിലേക്കാണ് ആ ഒരു സേഫ്റ്റിയുടെ ഗിയർ വരുന്നത്. ഓക്കെ, ഇതാണ് ആ സാധനം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ലിഫ്റ്റ് ഇൻ കേസ് റോപ്പ് പൊട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ സ്പീഡായിട്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാവും. 1.4 ആണ് ഇതിന്റെ ട്രിപ്പിംഗ് സ്പീഡ്. 1.4 എന്നുള്ളത് ഒരു 1.45 1.446 ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ സാധനം ട്രിപ്പ് ആവുമെന്ന് പറഞ്ഞാൽ ഈ സാധനം ആക്ട് ആവുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് ഉണ്ടോ, ഇത് മേലോട്ട് പുള്ളി ചെയ്യും. ആ സമയത്ത് ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു ബോളുണ്ട്. ഈ 2 സൈഡിലും ഉണ്ട്, പക്ഷേ ഇതായിട്ട് മെയിനായിട്ട് ആക്ട് ആവുന്നത് ഒരു സൈഡാണ്. ഇതിങ്ങനെ പുള്ളാവുന്ന സമയത്ത് ഈ ബോൾ പുറത്തേക്ക് വന്നിട്ട് റെയിലിൽ ക്യാച്ച് ചെയ്യുകയും ചെയ്യും. ഈ റെയിലിൽ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന എലിവേറ്റർ ആയാലും സഡൻലി അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം നമ്മൾ മുമ്പൊക്കെ സിനിമയിലെ കണ്ടുണ്ടാവില്ലേ, ഇപ്പൊ റോപ്പ് പൊട്ടി ലിഫ്റ്റ് നേരെ താഴെ വീഴുന്ന, ഇടിച്ച് ആൾക്കാർ മരിക്കുന്നതൊക്കെ. പുതിയൊരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് ഇന്നൊന്നിനെയും കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല. ഇത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചതാണ് ഈ സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ പലയിടത്തും ഫെയിലിയർ ആയിട്ട് കണ്ടിട്ടുള്ളത് ഇത് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് വന്ന് ചെക്ക് ചെയ്യാതിരിക്കുക, പിന്നെ അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയതനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ലിഫ്റ്റിനകത്ത് കയറുന്നവർ ഇനി റോപ്പ് പൊട്ടി വീഴുന്ന് മരിക്കുക എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അങ്ങനെയൊന്നുമല്ല. ഒരു സേഫായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന, സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് എലിവേറ്റർ. ഓക്കെ, ഇതിനകത്ത് ഇത്രയും ഓപ്പൺ സ്പേസ് ആണുള്ളത്. അപ്പോൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട. ഒരു പാനിക്കായിട്ട് ഒരു ലിഫ്റ്റിനകത്ത് പെട്ടെന്ന് കുടുങ്ങി എന്നുള്ള ഒരു ഇതിൽ പാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് നിലവിൽ പറഞ്ഞു തരാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്ന വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിന്റെ ഇലക്ട്രിക്കൽ സൈഡ് ആയിരുന്നാലും മെക്കാനിക്കൽ സൈഡ് ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇത് വർക്കിന്റെ ഇടയ്ക്ക് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.